നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു ക്യാബേജിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ പാകത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലേക്കൊരു 4-5 ഉള്ളി എടുക്കുക, ഇല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുക്കുക. ഉള്ളി എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് 3 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 7 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക. പിന്നെ ജീരകവും അങ്ങനെ ഒതുക്കി ചേർക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഡയറക്റ്റ് തേങ്ങ ചേർത്തിട്ട് തോരനാക്കി എടുക്കുകയാണ്. അപ്പോൾ ക്യാബേജ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ കൂടെ ചേർത്ത് തോരനാക്കുമ്പോൾ ക്യാബേജ് വേവാൻ സമയമെടുക്കും. ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. രണ്ടും ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാബേജ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. ക്യാബേജ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാബേജ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. പല രീതിയിൽ ക്യാബേജ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കരുത്, ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുക. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തോരൻ വേഗം കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ തോരൻ റെഡിയാക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് തോരൻ ആയതുകൊണ്ടാണ് വറ്റൽമുളക് ചേർക്കാത്തത്. നമ്മൾ ക്യാബേജ് തോരനോ മറ്റുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വറ്റൽമുളക് ചേർക്കാറുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഈ സമയത്ത് തോരനിലേക്ക് ഉഴുന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉഴുന്നൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉഴുന്ന് ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ട് നമ്മൾ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് ഉള്ളി കട്ട് ചെയ്തിട്ടുള്ളത്. സവോളയാണെങ്കിലും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാനായിട്ട്. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില വലിയ ഇല ആയതുകൊണ്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം കേട്ടോ. അതുവരെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. വളരെ എളുപ്പമാണ് ഈ ഒരു തോരൻ. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മിക്സഡ് തോരനുകളിൽ ഒന്നാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ക്യാബേജിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഫ്ലേവർ തനിയെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഇത് രണ്ടും കൂടി മിക്സായി വരുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുക. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ബീട്രൂട്ട് തോരൻ എന്ന് പറയുമ്പോൾ കുറേ ഇഷ്ടമായിരിക്കും. ചോറിൽ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ കൂടെ ക്യാബേജും കൂടി ചേർത്ത് കുട്ടികളും കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞു. ഇനി ബീട്രൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ബീട്രൂട്ടിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട്. ഇപ്പോൾ തന്നെ ക്യാബേജ് ചേർത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ക്യാബേജ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം നമുക്ക്. ബീട്രൂട്ട് ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിലുള്ള വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടട്ടെ. ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ബീട്രൂട്ടിലുള്ള വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം. ഇനി ക്യാബേജും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ബീട്രൂട്ട് കുറവും ക്യാബേജ് കൂടുതലും ആയിട്ട് എടുക്കാം കേട്ടോ നല്ലത്. അപ്പോഴാണ് കൂടുതൽ ആ ഒരു കളർ നന്നായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ക്യാബേജും ബീട്രൂട്ടും നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി ക്യാബേജിലുള്ള നനവും ബീട്രൂട്ടിലുള്ള ചെറിയൊരു നനവും ചേർന്ന് ക്യാബേജും കൂടി കുക്കായി കിട്ടണം. എപ്പോഴും അടച്ചു വെക്കരുത്. ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോഴും നമ്മൾ അടച്ചു വെക്കാറില്ല, തുറന്നു വെച്ചിട്ട് തന്നെയാണ് ക്യാബേജ് തോരൻ
റെഡിയാക്കാറുള്ളത്. കണ്ടോ, ഇതിൻ്റെ നടുഭാഗത്ത് നമ്മളിങ്ങനെ നീക്കി കൊടുക്കുകയാണെങ്കിൽ വെള്ളം വരും. ബീട്രൂട്ടിൽ നിന്നും ക്യാബേജിൽ നിന്നുള്ള വെള്ളമുണ്ട്. ഇനി ഇതൊന്ന് ഈ വെള്ളത്തിൽ തന്നെ കുക്കായി വരട്ടെ. കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടും ക്യാബേജും ചേർന്ന് ഇത് കണ്ടോ കുക്കായി വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ നടുഭാഗത്തു നിന്ന് നീക്കി വയ്ക്കുകയാണെങ്കിൽ ചെറിയൊരളവിലെ വെള്ളം വരുന്നുള്ളൂ, ഒരുപാട് അങ്ങോട്ട് വെള്ളം വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജീരകപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ജീരകപ്പൊടി ചേർത്തോളൂ. ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാം. നമ്മുടെ ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം, ക്യുമിൻ സീഡ്സ്. അപ്പോൾ ഞാൻ ജീരകപ്പൊടി ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇനി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തേങ്ങയും ചേർത്തിട്ടുണ്ട്. തേങ്ങ ഇനി ഈ ഒരു ക്യാബേജും അതുപോലെ തന്നെ ബീട്രൂട്ടും ഉപയോഗിച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് തേങ്ങയിലേക്ക് ഒന്ന് ആവി കയറി വരാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുന്നത്. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. തേങ്ങയിലേക്ക് ആവി കയറി തേങ്ങ ഒന്ന് കുക്കായതിനു ശേഷം മാത്രം നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഇതുപോലെ ഇരുന്നിട്ട് ഒന്ന് ആവി കയറി വന്നാൽ മതി. ഇതെല്ലാം തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയും ക്യാബേജും എല്ലാം ചേർത്ത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ടാവും. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവനുസരിച്ച്. ഞാനിപ്പോൾ എടുത്ത പച്ചമുളകിനനുസരിച്ച് നല്ല എരിവുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി. വളരെ എളുപ്പത്തിൽ റെഡി ആയി കഴിഞ്ഞു. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ തന്നെയാണ് കേട്ടോ. അരയ്ക്കൊന്നും വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.